അറിവിന്റെ പുതിയ ആകാശം. വിദ്യാഗീതം സ്കൂൾ റേഡിയോ. അറിവിന്റെ പുതിയ ആകാശം വിദ്യാഗീതം സ്കൂൾ റേഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ മാളവിക RK. ഞാൻ ആദിത്യ. സെപ്റ്റംബർ 16 ഓസോൺ ദിനം. ഓസോൺ എന്ന പ്രാണന്റെ പുതപ്പ് സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു ഓസോൺ ദിനം കൂടി. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി യോഗത്തിലാണ് ഓസോൺ പാളി സംരക്ഷണ ദിനമായി പ്രഖ്യാപിച്ചത്. ലെ ഓസോൺ ദിന മുദ്രാവാക്യം തന്നെ പ്രകൃതിയുടെ മുന്നറിയിപ്പാണ്. ഓസോൺ നമ്മുടെ ജീവിതത്തിന് ഓസോൺ സംരക്ഷണത്തിന്റെ 35 വർഷങ്ങൾ. അതെ, നമ്മുടെ ജീവന്റെ നിലനിൽപ്പ് പ്രകൃതിയുടെ സംരക്ഷണത്തിലാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താൻ ഈ ദിവസം ഉപയോഗിക്കാം. നാളേക്കു വേണ്ടി കരുതലോടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം നടത്തുവാൻ നമ്മോടൊപ്പം ചേരുന്നു GLPS കുഞ്ഞിമംഗലം സ്കൂളിലെ പ്രധാനാധ്യാപകനും ശാസ്ത്ര പ്രചാരകനും ഗ്ലോബൽ ടീച്ചേഴ്സ് അവാർഡ് ജേതാവും ശാസ്ത്ര പരീക്ഷണങ്ങൾക്ക് ഏഷ്യൻ റെക്കോർഡും ലഭിച്ച ശ്രീ ദിനേശ് കുമാർ തെക്കുംപാട്. അദ്ദേഹത്തിന്റെ മൂല്യമേറിയ വാക്കുകളിലേക്ക്. നമസ്കാരം. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രീകണ്ഠാപുരത്തെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ വിദ്യാഗീതം റേഡിയോ നിലയത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം അറിയിക്കുകയാണ്. ഈ കോവിഡ് കാലത്ത് വീട്ടിലിരുന്നു കൊണ്ട് പുതിയ തരത്തിലുള്ള പഠന വിശേഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളോടൊപ്പം നിങ്ങളുടെ റേഡിയോ നിലയത്തിലൂടി സെപ്റ്റംബർ 16 ഓസോൺ ദിന സന്ദേശം അറിയിക്കാനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ജൂണിൽ അധ്യയന വർഷം ആരംഭിച്ച് മാർച്ചിൽ അവസാനിക്കുന്നത് വരെ, പിന്നീട് ഏപ്രിലും മെയ്യിലുമായി എന്തെല്ലാം ദിനങ്ങളാണ് നാം ആചരിച്ചു വന്നത്. ഇതിൽ മനുഷ്യന്റെയും മറ്റു ജീവജാലങ്ങളുടെയും നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ധാരാളം ദിനാചരണങ്ങളുണ്ട്. ജൂൺ 5 പരിസ്ഥിതി ദിനം, ജൂൺ 8 സമുദ്രദിനം, പിന്നീട് സെപ്റ്റംബർ 16 ഓസോൺ ദിനം, മാർച്ച് 21 വനദിനം, മാർച്ച് 22 ആയാൽ ജലദിനം, അടുത്ത മാസം ഏപ്രിൽ 22 ആയാൽ ഭൗമദിനം, മെയ് 22 ആയാൽ ജൈവ വൈവിധ്യ ദിനം എന്നിങ്ങനെ എല്ലാ ദിനങ്ങളും ചർച്ച ചെയ്യുന്നത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരേ കാര്യമാണ്. അതായത് നിലനിൽപ്പ്, അല്ലെങ്കിൽ സംരക്ഷണം, നാശനം, ശോഷണം, മലിനീകരണം എന്നിങ്ങനെ എല്ലാ ദിനങ്ങളിലും പലതരം പ്രവർത്തനങ്ങൾ, ചിന്തകൾ, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, പുതിയ ആശയങ്ങൾ എന്നിവ രൂപപ്പെടാറുണ്ട്. ഇവിടെ ഇന്ന് സെപ്റ്റംബർ 16 ഓസോൺ ദിനത്തെക്കുറിച്ചാണ് മാഷ് നിങ്ങളോട് സംവദിക്കുന്നത്. ഓസോൺ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരുപാട് വാക്കുകളുണ്ട്. ഓസോൺ ദിനം, ഓസോൺ പാളി, ഓസോൺ കുട, ഓസോൺ ലെയർ, ഓസോൺ തുള, ഓസോൺ നാശനം, ഓസോൺ സംരക്ഷണം എന്നിങ്ങനെ മുൻ അധ്യയന വർഷങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായി നിങ്ങൾ നേടിയെടുത്ത വാക്കുകളാണ് ഇവയൊക്കെ. ഈ പ്രപഞ്ചത്തിൽ ജീവനുള്ള ഏക ഗ്രഹമാണല്ലോ ഭൂമി. അതിന് ധാരാളം കാരണങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാം.
ഭൂമിക്കൊരു പുതപ്പുണ്ട്, വായുവിന്റെ പുതപ്പ്. അതിനാണ് നമ്മൾ അന്തരീക്ഷം എന്ന് പറയുന്നത്. ഈ അന്തരീക്ഷത്തിൽ ധാരാളം വാതകങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, മറ്റ് രസവാതകങ്ങൾ എന്നിങ്ങനെ. കൂടാതെ ഹൈഡ്രജനെ പറ്റിയും ഹീലിയത്തെ പറ്റിയും ക്ലോറിനെ പറ്റിയും മീഥേൻ, ഈഥേൻ, എത്തിലിൻ എന്നിങ്ങനെ ധാരാളം വാതകങ്ങളെ കുറിച്ചും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇന്നത്തെ അതിഥി ഓസോൺ ആണല്ലോ. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ഒരു വാതകമാണിത്. ഇതിനെ O3 എന്നാണ് പറയുന്നത്. O2 നിങ്ങൾക്കറിയാം, ഓക്സിജൻ, ഒരു ഓക്സിജൻ തന്മാത്ര. O3 എന്നാൽ ഒരു ഓസോൺ തന്മാത്രയാണ്. ഓക്സിജന്റെ 3 ആറ്റങ്ങൾ ചേർന്നാണ് ഒരു ഓസോൺ തന്മാത്ര ഉണ്ടാവുന്നത്. ഇത് ഓക്സിജന്റെ ഒരു രൂപാന്തരമാണ്. ഭൂമിയിലെ മനുഷ്യരടക്കമുള്ള ജീവജാലങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങളിലായി വ്യത്യസ്ത കാലാവസ്ഥകളിലായി താമസിക്കുന്നു. ഓരോരുത്തരും ജീവിക്കാൻ അനുയോജ്യമായ ചുറ്റുപാടുകളും അനുകൂലനങ്ങളും ഭൂമി അല്ലെങ്കിൽ പ്രകൃതി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് നഷ്ടപ്പെടുമ്പോഴാണ് നാശനം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നിലനിൽപ്പിനായുള്ള പോരാട്ടം ആരംഭിക്കുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഭൂമിയെ അപ്പാടെ തന്നെ സംരക്ഷിക്കുന്ന ഒരു രക്ഷാ കവചമാണ് ഓസോൺ പാളി. ഇതിന്റെ സംരക്ഷണവും നിലനിൽപ്പിനായുള്ള ഒരു പോരാട്ടം തന്നെയാണ്. പഠനത്തിനു വേണ്ടി നമ്മുടെ അന്തരീക്ഷത്തെ അല്ലെങ്കിൽ ചില പ്രത്യേകതകൾ അനുസരിച്ച് പല തട്ടുകളായി തിരിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, അയണോസ്ഫിയർ, എക്സോസ്ഫിയർ, തെർമോസ്ഫിയർ എന്നിങ്ങനെ. ഇതിൽ രണ്ടാമത്തെ തട്ടായ സ്ട്രാറ്റോസ്ഫിയറിന്റെ അടിഭാഗത്ത് ഓസോൺ പാളി വ്യാപിച്ചു കിടക്കുന്നു. അതായത് ഓസോൺ വ്യാപിച്ച സ്ഥലത്തെയാണ് നമ്മൾ ഓസോൺ പാളി എന്ന് പറയുന്നത്. അവിടെ വെച്ചാണ് ഓസോണിന്റെ സൃഷ്ടിയും സംഹാരവും നടക്കുന്നത്. സൂര്യനിൽ നിന്ന് വരുന്ന മാരകമായ അൾട്രാവയലറ്റ് രശ്മികൾ നേരെ നമ്മുടെ അന്തരീക്ഷത്തിലൂടെ ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് മാരകമായ രോഗങ്ങൾക്ക് കാരണമാവും എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും അത് മാരകമായി പരിക്കേൽപ്പിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് 250 മുതൽ 315 നാനോമീറ്റർ തരംഗദൈർഘ്യമുള്ള അപകടകാരികളായ അൾട്രാവയലറ്റ് കിരണങ്ങളെ ഈ ഓസോൺ പാളികൾ ആഗിരണം ചെയ്യുന്നു എന്നതാണ് ഒരു പ്രത്യേകത. ഇങ്ങനെ ഓസോൺ പാളി ഇല്ലായിരുന്നുവെങ്കിൽ ഈ മാരകമായ രശ്മികൾ ഭൂമിയിലേക്ക് വരികയും നമുക്ക് വലിയ നാശം സംഭവിക്കുകയും നമ്മുടെ നിലനിൽപ്പിന് തന്നെ വലിയ ഭീഷണി ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇത് ഒരു കുട പോലെ, നമ്മൾ വെയിലും മഴയും കൊള്ളാതെ ചോടുന്ന ഒരു കുട പോലെ ഭൂമിയെ മൊത്തം ഒരു കുട പോലെ സംരക്ഷിച്ചു വരികയാണ്. കാരണം കുറെ കഴിഞ്ഞപ്പോൾ ഓസോണിനെ കുറിച്ച് പഠിച്ചപ്പോൾ, ഓസോൺ വാതകത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ച് പഠിച്ചപ്പോൾ, ഓസോൺ പാളിയെ കുറിച്ച് പഠിച്ചപ്പോൾ, അതുമായി ബന്ധപ്പെട്ട് തുടർ പ്രവർത്തനം നടത്തിയപ്പോൾ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ ഒരു കാര്യമാണ് ഓസോൺ പാളിക്ക് വിള്ളൽ രൂപപ്പെടുന്നുണ്ട്, ശോഷണം സംഭവിക്കുന്നുണ്ട്. അന്റാർട്ടിക്കയിൽ വെച്ച് നടത്തിയ പഠനങ്ങളാണ്, നിങ്ങൾക്കറിയാം. ഓസോൺ പാളിയിൽ കാര്യമായ വിള്ളൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ടെന്നും ഇത് വലിയൊരു ഓസോൺ ശോഷണമാണെന്നും അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള പഠനങ്ങൾ നിങ്ങൾ ഇതിനകം തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. ഇതിന് എന്താണ് ഒരു പോംവഴി? അങ്ങനെയാണ് ലോകരാജ്യങ്ങൾ ഒത്തുചേർന്ന് മോൺട്രിയൽ ഉടമ്പടി വരെയുള്ള അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ നടത്തിയത്. ഇത്തരം വർഷങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെയും ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചൊന്നും ഞാനിപ്പോഴിവിടെ പ്രതിപാദിക്കുന്നില്ല. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. സംഭവങ്ങൾ, വർഷങ്ങൾ, ശാസ്ത്രജ്ഞന്മാരെന്നിങ്ങനെ. എന്നാൽ ഇതിൽ ഒരാളുടെ പേര് മാത്രം ഞാൻ ഇപ്പോൾ നിങ്ങളുടെ അറിവിലേക്കായി പറയാണ്. ബ്രിട്ടീഷുകാരനായ ഡോബ്സൺ. ഓസോണിന്റെ ഘടനയെയും പ്രത്യേകതയെയും കുറിച്ച് പ്രതിപാദിച്ച് ഡോബ്സന്റെ ഓർമ്മ നിലനിർത്തിക്കൊണ്ടാണ് ഡോബ്സൺ യൂണിറ്റ് എന്ന് ഓസോൺ പാളിയെ പറയുന്നത്. ഓസോൺ പാളിയുടെ ഘനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു എമൗണ്ട് ഓഫ് ഓസോൺ എന്നത്, ഓസോൺ പാളി എന്നതിനെ കുറിച്ച് പറയുന്ന ഒരു യൂണിറ്റ് ആണ് ഡോബ്സൺ യൂണിറ്റ്. ഒരു കുട്ടി ചോദിച്ച ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു: ഓക്സിജന് പകരം ഓസോൺ ശ്വസിക്കാൻ പറ്റുമോ? കാരണം അതിന്റെ രൂപാന്തരമാണല്ലോ. അവിടെയും ഓക്സിജൻ ഉണ്ടല്ലോ. അവിടെ 2 ആറ്റമാണെങ്കിൽ ഇവിടെ 3 ആറ്റമല്ലേ? പക്ഷെ നമുക്കറിയാവുന്ന ഒരു കാര്യം,
ഓക്സിജൻ നമ്മുടെ പ്രാണവായുവാണെങ്കിൽ ഓസോൺ നമ്മുടെ പ്രാണവായുവല്ല, അതൊരു വിഷവാതകമാണ്. മിന്നൽ അടക്കമുള്ള ചില വൈദ്യുത സ്പാർക്കുകളിൽ നിന്നാണ് ഇതിന്റെ സാന്നിധ്യത്തിൽ പ്രതിപ്രവർത്തിക്കുമ്പോഴാണ് ഓസോൺ ഉണ്ടാകുന്നത്. 2 തരം ഓസോണിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിരിക്കണം. 1 ഗ്രൗണ്ട് ഓസോൺ, 2 നമ്മുടെ അന്തരീക്ഷ അറ്റ്മോസ്ഫിയറിന്റെ താഴെയുള്ള ഓസോൺ പാളി. ഗ്രൗണ്ട് ഓസോൺ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കാരണം ഇതൊരു വിഷവാതകമാണ്. ധാരാളം രാസവസ്തുക്കള്, നമ്മുടെ വൈദ്യുതോപകരണങ്ങളിൽ പുറത്തുവരുന്ന ധാരാളം രാസവസ്തുക്കള് വൈദ്യുത സ്പാർക്കുകൾ വഴിയൊക്കെ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിലൊക്കെ പ്രവർത്തിച്ചിട്ട് ഓസോൺ ഉണ്ടാകാറുണ്ട്. ഇതൊരു ഗ്രൗണ്ട് ഓസോണിന് കാരണമാകുന്നു. ഇത് നമുക്കേറെ അപകടമാണ്. മനുഷ്യന്റെ സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്, ഈ ഭൂമിയുടെ വിനാശത്തിന് കാരണം നമ്മളാണ്, മനുഷ്യനാണ്. മനുഷ്യന്റെ സുഖലോലുപതിക്ക് വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന ധാരാളം കണ്ടുപിടുത്തങ്ങൾ, ഉപകരണങ്ങൾ നമുക്ക് തന്നെ നാശത്തിന് കാരണമാകുന്നു എന്ന് നിങ്ങൾക്കറിയാം. അതുമായി ബന്ധപ്പെട്ട ഫാക്ടറികൾ, യന്ത്രങ്ങൾ, ഉപകരണങ്ങളൊക്കെ പുറന്തള്ളുന്ന ചില രാസവസ്തുക്കളും വാതകങ്ങളും ഓസോണിന്റെ നാശത്തിന് കാരണമായെന്ന് കണ്ടെത്തുകയുണ്ടായി. എങ്ങനെയാണ് ഈ ഓസോൺ ശോഷണം സംഭവിക്കുന്നത്? CFC പോലെയുള്ള ക്ലോറോ ഫ്ലൂറോ കാർബൺ പോലെയുള്ള ധാരാളം വാതകങ്ങൾ ഭൂമിയിൽ ഉണ്ടാവുകയും അവ ക്രമേണ അന്തരീക്ഷത്തിലൂടെ മുകൾത്തട്ടിലേക്ക് പോവുകയും അത് അൾട്രാവയലറ്റുമായി ചേർന്ന് അതിൽ നിന്നും ക്ലോറിൻ ആറ്റങ്ങൾ, CFC ആണെങ്കിൽ അതിൽ നിന്നും ക്ലോറിൻ ആറ്റങ്ങൾ സ്വതന്ത്രമാവുകയും ഈ ക്ലോറിൻ ആറ്റങ്ങൾ ഓസോണിനെ വിഘടിപ്പിച്ച് O2 ആവുകയും ചെയ്യും. വിഘടനം സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ലെയറിന് വിള്ളലുകൾ ഉണ്ടാവും എന്നുള്ള കാര്യം അറിയാം. യഥാർത്ഥത്തിൽ അവിടെ ഓസോൺ ഉണ്ടാവുകയും ഓസോൺ നശിക്കുകയും ചെയ്യുന്നു. അതാണ് നേരത്തെ പറഞ്ഞ സൃഷ്ടിയും സംഹാരവും. ഈ CFC മാത്രമല്ല, ധാരാളം മറ്റ് വാതകങ്ങളും ഭൂമിയിൽ നിന്നും പുറന്തള്ളുന്ന ധാരാളം വാതകങ്ങൾ അന്തരീക്ഷത്തിൽ കൂടി മുകളിലോട്ട് പോയി സ്ട്രാറ്റോസ്ഫിയറിന് തൊട്ടടുത്തുള്ള ഓസോൺ പാളിക്ക് നാശം സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടുതൽ പഠന വിഷയമാക്കുക. അതിനാൽ CFC പോലെയുള്ള വാതകങ്ങളെ നിയന്ത്രിക്കണം. അതിനാണ് ഓസോൺ ദിനമൊക്കെ നമ്മൾ ഇത്ര കാര്യമായിട്ട് ആചരിക്കുന്നത് അല്ലെങ്കിൽ കൊണ്ടാടുന്നത്. സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്താൻ, ബോധവൽക്കരണങ്ങൾ നടത്താൻ, ഓസോണിനെ കുറിച്ച് കൂടുതലായിട്ട് അടുത്തറിയാൻ, ഇതൊക്കെയാണ് ഈ ദിനത്തിൽ പ്രധാനമായും നമ്മൾ ഊന്നൽ നൽകുന്നത്. പ്രകൃതി സംരക്ഷണം, ഭൂമിയെ കുറിച്ചിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങൾ, ഇതൊക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കുക. മറ്റു വാതകങ്ങളെക്കുറിച്ചും കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഓസോണിനെ കുറിച്ച് പഠിക്കുമ്പോൾ മറ്റു വാതകങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുക, പരീക്ഷണ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുക. വാതക നിയമങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ രസതന്ത്രം പോലെ രസകരമായിട്ട് മറ്റൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടി കഴിയും. ഈ 2020 ഓസോൺ ദിന സന്ദേശം യുണൈറ്റഡ് നാഷണൽ എൻവയൺമെന്റ് പ്രോഗ്രാം, അതായത് UNEP, ഐക്യരാഷ്ട്ര സംഘടനയുടെ ശാസ്ത്ര വിഭാഗം ഇപ്രാവശ്യത്തെ 2020 ഓസോൺ ദിന സന്ദേശമായി അല്ലെങ്കിൽ ഒരു സ്ലോഗനായിട്ട് പറഞ്ഞിരിക്കുന്ന മുദ്രാവാക്യം ഓസോൺ ഫോർ ലൈഫ് എന്നാണ്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നാം ഇപ്പോൾ ജീവന് വേണ്ടിയുള്ള മറ്റൊരു പോരാട്ടത്തിലാണ്. ആദിമ മനുഷ്യനിൽ നിന്നും അത്യന്താധുനിക മനുഷ്യനിലേക്ക് എത്തുമ്പോൾ ഒരുപാട് കടമ്പകൾ നാം കടന്നിട്ടുണ്ട്. ആദ്യം ഭീതിയായിരുന്നു, നമുക്ക് എല്ലാത്തിനോടും ഭീതി. പക്ഷേ ആ ഭീതിയിൽ തന്നെ ഉറച്ചിരുന്നുവെങ്കിലോ നാം മുന്നോട്ട് പോകില്ലായിരുന്നു. പക്ഷെ ആ ഭീതിയിൽ നിന്ന് ഉന്നതമായ ചിന്തയുണ്ടായി, അന്വേഷണമുണ്ടായി, ലക്ഷ്യബോധമുണ്ടായി, വളരെ ജാഗ്രതയോടെ പ്രവർത്തിച്ചതുകൊണ്ടാണ് നാം ഇന്ന് വിജയം കണ്ടെത്തി മുന്നേറുന്നത്. തീർച്ചയായിട്ടും ഇപ്പോഴും ഓസോൺ പാളിന്റെ ഈ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടുമ്പോഴും കൊറോണ വൈറസ് പോലെയുള്ള ഈ മാരകമായ രോഗത്തിൽ നിന്നും ഭീതിയോടെ നോക്കിക്കാണാതെ ജാഗ്രതയോടെ നമുക്ക് മുന്നേറാൻ വേണ്ടി കഴിയണം. ഇങ്ങനെ ഭീതിയില്ല, ജാഗ്രതയാണ് വേണ്ടത് എന്നുള്ള സന്ദേശം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ റേഡിയോ പ്രക്ഷേപണത്തിൽ നിങ്ങളോടൊപ്പം പങ്കാളിയാവാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ആ മനോഹരമായ സ്കൂൾ മുറ്റത്തേക്ക് വീണ്ടും തിരിച്ചു പോവാനും ഒരുപാട് പുത്തനറിവുകൾ വീണ്ടും സംശീകരിക്കാനും നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു.
തെന്നിന്ത്യയിലെ പ്രശസ്ത പിന്നണി ഗായിക സ്വർണലത ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് 7 വർഷങ്ങൾ. ആയിരത്തി 1983 മുതൽ പിന്നണി ഗാനരംഗത്ത് സജീവമായിരുന്നു സ്വർണലത. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് തുടങ്ങി അനേകം ഭാഷകളിൽ ഗാനം ആലപിച്ചിട്ടുണ്ട്. ഭാരതി രാജയുടെ കറുത്തമ്മ എന്ന ചിത്രത്തിലെ പോരാലെ പുന്നിത്തായി എന്ന ഗാനത്തിലൂടെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ആയിരം ചിറകുള്ള മോഹം എന്ന ചിത്രത്തിലൂടെ കണ്ണൂർ രാജനാണ് സ്വർണലതയെ മലയാളത്തിൽ എത്തിച്ചത്. മലയാളത്തിൽ മോഹം എന്ന ആൽബത്തിലാണ് ഏറ്റവും ഒടുവിൽ പാടിയത്. മാമണി കൊട്ടാരം കുളിരമ്പിൽ ആവണി മയ്യൻ കാവൽ മായ കൊട്ടാരം. അനശ്വരിയായ ഈ ഗായികയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ. നമസ്കാരം, ഞാൻ ഫാത്തിമ സഫാന. പ്രധാന വാർത്തകളിലേക്ക്. പാക് ഷെല്ലാക്രമണത്തിൽ മലയാളി ജവാന് വീരമൃത്യു. പരിശീലന പദ്ധതിയിൽ IIT-കൾ മികച്ച നേട്ടം കൈവരിച്ചു. ചൈന അതിർത്തി കരാറുകൾ ലംഘിച്ചുവെന്ന് പ്രതിരോധ മന്ത്രി. +1 ആദ്യ അലോട്ട്മെന്റ് പ്രവേശനം സെപ്റ്റംബർ 14 മുതൽ 19 വരെ. തളിപ്പറമ്പ് സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടോദ്ഘാടനം 22-ന്. പെട്ടിമുടിയുടെ നീറ്റിലടക്കി ഹേമലത നീറ്റ് പരീക്ഷ എഴുതി. കോവിഡ് വാക്സിൻ അടുത്ത വർഷം ആദ്യം. കൊട്ടാരം മൊറാനി ബൈപ്പാസ് റോഡിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് കാത്തിരിപ്പ് നീളുന്നു. കോവിഡ്-19 അശാസ്ത്രീയ നിയന്ത്രണങ്ങൾ ജനങ്ങൾക്ക് ദുരിതമെന്ന് വ്യാപാരികൾ. കോവിഡ് തിരുവനന്തപുരത്ത് ഒറ്റ ദിവസം 656 കേസുകൾ. തുളുവിലെ ആദ്യ നോവൽ സതികമലയ്ക്ക് മലയാള പരിഭാഷ. 1921-ലാണ് നോവൽ രചിച്ചത്. 150 ഗ്രാമപഞ്ചായത്തുകളിൽ ഗവേണൻസ് സംവിധാനം. വ്യാജവാർത്ത നിർമ്മിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും തടയാനും പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താനും പോലീസ് പ്രത്യേക സംഘം. ടോക്കിയോ ഒളിമ്പിക്സിൽ 5000 മീറ്ററിൽ മത്സരിക്കുന്നില്ലെന്ന് ബ്രിട്ടീഷ് ഒളിമ്പ്യൻ മോ ഫറ. സമ്പന്ന ഫുട്ബോൾ താരങ്ങളുടെ പട്ടികയിൽ ക്രിസ്ത്യാനോയെ മറികടന്ന് മെസ്സി. റെക്കോർഡ് ലാപ്പിലേക്ക് ഹാമിൽട്ടൺ. ഫോർമുല 1 ഷുമാക്കറുടെ റെക്കോർഡുകൾക്കരികെ ഹാമിൽട്ടൺ. സ്കൂൾ വാർത്തകളിലേക്ക്. സെപ്റ്റംബർ 14 ഹിന്ദി ദിനത്തിനോടനുബന്ധിച്ച് പരിപാടികൾ സംഘടിപ്പിച്ചു. കണ്ണൂർ ആകാശവാണി സെപ്റ്റംബർ 14, 15 തീയതികളിൽ പ്രക്ഷേപണം ചെയ്ത ജാലകം പരിപാടിയിൽ മൊബൈൽ ദുരുപയോഗത്തിലേക്ക് വഴുതി വീഴുന്ന ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികളായ മാളവിക RK, ശ്രീരാഗ് സന്തോഷ്,
അതിഷ ഇ.കെ, അധ്യാപകനായ നവാസ് മാഷ് എന്നിവരും പങ്കെടുത്തു. ഓസോൺ ദിനം ആചരിച്ചു. ശ്രീ കെ രവി മാസ്റ്റർ സന്ദേശം നൽകി. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി നമ്മുടെ സ്കൂളിൽ 8th Fൽ പഠിക്കുന്ന നിദ ഫാത്തിമ ഇംഗ്ലീഷ് കവിത ആലപിക്കുന്നു. Here I am recite a poem, O Captain, my Captain, written by Walt Whitman. O Captain, my Captain, our fearful trip is done. The ship has withered every wreck. The prize we sought is won. The port is near, the bells are here, the people are exulting. While follow eyes the steady keel, the vessel grim and daring. But, oh hurt, 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 all the bleeding drops of red. Where on the deck my captain lies, fallen cold and dead. Oh Captain, my Captain, rise up and hear the bells. Rise up, for you the flag is flung, for you the bugle trills, for you backwoods and ribbon dreads. For you the shores are crowding, for you they call. The saying mass, their eager face turning. Here, Captain, dear father, this arm beneath your head. It is some dream that on the deck you have fallen cold and dead. My captain does not answer. His lips are pale and still. My father does not feel my arm. He has no pulse, no will. The ship is anchored safe and sound. Its voyage closed and done. From fearful trip, the wicked ship comes in with object one. Exult, O shores, and ring, O bells. But I with mournful tread walk the deck my captain lies, fallen cold and dead. Thank you. Have a great day. ഇതോടുകൂടി വിദ്യാഗീതം സ്കൂൾ റേഡിയോ പ്രക്ഷേപണം അവസാനിക്കുന്നു. മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡുമായി അടുത്തയാഴ്ച വിദ്യാഗീതം സ്കൂൾ റേഡിയോ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതുവരേക്കും നന്ദി, നമസ്കാരം.